ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ നാം ഒന്ന് ചിന്തിക്കുക. ഇവിടെ പറഞ്ഞു വെക്കുക, നമ്മളെ അനുസരിക്കുന്നതിന് വേണ്ടി, നമ്മെ അനുസരിക്കാനായി നാം കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടാറുണ്ട്. അങ്ങനെ കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരത്തെ മുഴുവനുമായിട്ടാണ് നാം നിയന്ത്രിക്കുന്നത്. വലുതും ശക്തവുമായ കപ്പലുകളെ നയിക്കുന്ന കപ്പിത്താൻ യഥാസ്ഥാനത്തേക്ക് അവയെ നയിക്കുന്നത്, കപ്പിത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അതിനെ നയിക്കുന്നത് ശക്തമായ കപ്പിത്താൻ നയിച്ച് യഥാസ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നത് അതിൻ്റെ ചുക്കാൻ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചെറിയ അവയവങ്ങളിൽ ഒന്നാണ് നാവ്. ഈ നാവിനെ നിയന്ത്രിച്ചാൽ യേശു ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ജീവിതം നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നാവിനെ നിയന്ത്രിച്ചാൽ, കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരത്തെ മുഴുവൻ നാം നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ നാവിന് നമ്മൾ കടിഞ്ഞാണിട്ടാൽ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ നാവിനെ അടക്കാനും നിയന്ത്രിക്കാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോമ്പുകാലം ഫലദായം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.